ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ആൻഡ് ഇന്ന് നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണ്. നമ്മുടെ ഇവിടെ വന്നിട്ട് 3ാമത്തെ ദിവസമാണ് ഫ്രണ്ട്സ്. ആൻഡ് ഇന്നലെ നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു 4 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കിടന്നു. സോ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇന്ന് 10:30ക്കാണ് എഴുന്നേറ്റത്. ഇനിയിപ്പം പോയിട്ട് ഫ്രഷ് ആയിട്ട് പോയിട്ട് ചായ കുടിക്കണം. ചായയോ ചോറോ കഴിക്കും. ഫ്രഷ് ആകുമ്പോഴത്തേക്ക് സമയത്തേക്ക് എന്താണ് കഴിക്കാമെന്ന് വെച്ചാൽ അത് കഴിക്കും. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. നാളെ 5 മണിക്ക് ദിവ്യദർശനത്തിനാണ് പോകുന്നത്. അതായത് മല കയറി നടന്നിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇവിടുന്ന് അടുത്തേക്ക് 20 കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മൾ നടന്ന് കയറുന്നതായിരിക്കും. നമുക്ക് നോക്കും. അവിടെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യാനും വെള്ളമൊക്കെ കിട്ടുന്ന എൻ്റെ ഒരു ഇത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് ടെമ്പിൾസ് ഉണ്ട്, വേണമെങ്കിൽ അവിടെയും കയറും. സോ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് ഇനിയിപ്പം ചായ കുടിച്ചിട്ടില്ലായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ ഉണ്ടല്ല നല്ല ചൂടാണ്. വെയിൽ എന്നെല്ലാം പറഞ്ഞാൽ അമ്മാതിരി വെയിലും അമ്മാതിരി ചൂടും. നല്ല ചൂടാണെങ്കിൽ മുഖത്തിലിങ്ങനെ ഫുള്ളും നടക്കിടക്ക്. അങ്ങനെയാണ് നല്ല ചൂട്. ഇവിടുത്തെ KSRTC ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ KSRTC ബസ്സുകൾ. ഇതാണ് കേട്ടോ നമ്മൾ നിന്നേ. ഞാൻ കാണിച്ചെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മൾ നിന്ന സ്ഥലം. ഇവിടെ നിന്ന് ഇവർ ടിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോയി കാണണ്ടേ. സോ നമ്മൾ ഇവിടെ തന്നെ റൂം എടുത്തു. അങ്ങനെയാണ്. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ പോയിട്ട് ഫുഡ് നോക്കിയിട്ട് കഴിക്കണം. ഇവിടെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണ്. അവരിങ്ങനെ എന്ത് ഹോണടി അറിയാമോ, ഇങ്ങനെ ഒരുമാതിരി സൗണ്ട്. നമ്മളെപ്പോലത്തെ അവിടെയുള്ള സൗണ്ടൊന്നുമല്ല. അതിങ്ങനെ ഒച്ചയ്ക്കൊണ്ടേയിരിക്കും. ചെവിയിൽ ഇങ്ങനെ അടിച്ച് പോകുന്നുണ്ടെങ്കിൽ അവർ ഒച്ചയാക്കല്. അത് ഭയങ്കര, അത് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ, ഹോണിൻ്റെ സംഭവം. ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു ദുബായ് ഫീലിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ ഒരു ഫീലിംഗ് എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഞാൻ മല കാണിച്ചു തരേ. ഹിൽസ് ഇതാ ആ മുകളിൽ കാണുന്നുണ്ട്. നമുക്ക് ആക്ച്വലി അതിലൂടെയാണ് പോകുന്നത്. അതിലൂടെ വണ്ടി പോകുന്ന നമുക്ക് കാണാൻ കഴിയും. ഇതാ അതിലൂടെയാണ് നമുക്ക് പോകുന്നത്. ഓട്ടോ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഡിക്കി, നമ്മൾ ഈ ഡിക്കി എന്ന് പറഞ്ഞ സ്ഥലമില്ല, അവിടെയെല്ലാം ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ടാണ് പോലെ. പക്ഷെ അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കുറച്ച് അത്യാവശ്യം വലിയ വലിയ സംഭവങ്ങളാണ്. ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കർണാടകനെക്കാട്ടിയും തമിഴ്നാട്ടിനെക്കാട്ടിയും ബെറ്ററാണ് ആന്ധ്രാന്ന്. എനിക്ക് സിറ്റി ആയതുകൊണ്ട് ആണോ എന്ന് എനിക്കറിയില്ല. ലോക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ആന്ധ്ര വാസ് എ ഗുഡ് പ്ലേസ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതാണോന്നും അറിയില്ല എനിക്ക്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതാ ഫുള്ള് കറി. ഇത് താലിയാണോ? താലിയാണ്. താലി നമുക്ക് കഴിച്ചോക്കാം, എല്ലാം കഴിച്ചോക്കാം. അതെ, വെജിറ്റബിൾ താലി. ഉടുപ്പി റെസ്റ്റോറൻറ്റ് വെജിറ്റബിൾ താലി നമുക്ക് കഴിച്ചോക്കാം. എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട്. ഇവിടെ ചോറ് കഴിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ നെയ്യും ഇതെന്തോ ഒരു പൗഡറാണ്, അതും കൂടി മിക്സ് ചെയ്തിട്ട് പരിപ്പിൻ്റെ അതുകൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഫ്രണ്ട്സ്. ഞാനത് ട്രൈ ചെയ്തിട്ട് കുഴപ്പമില്ല. പക്ഷെ നെയ്യിൻ്റെ നല്ല ചോയുണ്ട്. ഓക്കെ ഓക്കെ. എടുത്തവർക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടം തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ഒന്നും ചോറിക്കാനാവില്ല. കുഴപ്പമില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി അറ്റ് ലാസ്റ്റ് ഇവിടെ ഒരു ഗുലാബ് ജാമുൻ തരുന്നത്. നമുക്ക് അതും കൂടി കഴിക്കാം. നല്ലുണ്ട്. ഓവറോൾ ഫുഡ് നല്ലുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് റൂമിൽ പോയിട്ട് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് ടെമ്പിൾസ് ഉണ്ട് പോലും കാണാൻ വേണ്ടിയിട്ട്, പോകാൻ വേണ്ടിയിട്ട്. സോ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ടെമ്പിളിലൊക്കെ പോയിട്ട് ഇപ്പം രാത്രിക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടാണ് കേട്ടോ ഉള്ളത്.
ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ തൊട്ടിപ്പം തന്നെ ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് മറ്റേ നമ്മുടെ എന്താണ് മൂങ് ദാൽ എന്ന് പറഞ്ഞ സംഭവമാണ്. ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതെ, വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. ഈ ചോക്ലേറ്റ് നോക്കി നിങ്ങൾക്ക് എനിക്ക് കണ്ടിട്ട് എന്തെല്ലാം തിന്നലെ തോന്നുന്നുണ്ട്, പക്ഷെ വേണ്ട ഗൈസ്. ഇത് അതെ, ഇതിലെന്താണെന്ന് കണ്ടോ, ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. ഇത് ഒരു തരത്തിലുള്ള ഇതെന്തോ വേറെന്തോ ചോക്ലേറ്റ് ആണ്. കണ്ടോ, കാല ജാമുന്, ഡ്രൈ ജാമുന്, പനീർ ജാമുൻ, ജാംഗ്രി. അത് നമ്മുടെ ഇത് ഇത് നല്ല ഉണ്ട് കാണാൻ വേണ്ടിട്ട്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഓർക്കുമ്പോൾ എനിക്ക് എന്തോ വേണ്ട. ഇത് കാലകണ്ടാണ്, കാലകണ്ട്. അതന്നെ കാലകണ്ടന്നെ, കാലകണ്ടന്നെ. ഇത് അതും മനസ്സിലതാ പകുതി. ആ, ഇവിടുത്തെ ലഡു ഉണ്ടല്ല, നമ്മളെ പോലത്തെ ലഡു അല്ല, ഭയങ്കര വലിയ സാധനം, വലിയ ലഡുവാണ് ഇവിടുത്തെ ലഡു എന്ന് പറയുന്നത്. ഇത് തിന്നാൻ തോന്നുന്നുണ്ട്, കൺഫ്യൂഷൻ. ഇത് തിന്നാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ തിന്നാൻ തോന്നില്ല. വെറൈറ്റി ഓഫ് ഐറ്റംസ് ഇഷ്ടംപോലെ, ചോക്ലേറ്റ്, ഹൽവ, വെറൈറ്റി ഓഫ് തിങ്സ്. ഇത് ഓറഞ്ച് ഡൈവനാണ് കേട്ടോ. ഇത് ഞാൻ പറയട്ടെ, നമ്മുടെ മറ്റേ റോസ് ഫ്ലവർ ഉണങ്ങി കഴിഞ്ഞാല് വെക്കൂലേ, ചെമ്പരത്തി റോസ് ഫ്ലവർ അങ്ങറ്റം അങ്ങനെ എന്തോ അതിന്റെ മുകളിൽ വെച്ചണക്കുണ്ട്. അത് സിൽവർ പെയിന്റ് അടിച്ചത്. അതങ്ങനെയാന്ന്. വെറൈറ്റി ഓഫ് ഐറ്റംസ് ഉണ്ട്. ഇത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡിൽ വെറൈറ്റി ഓഫ് അച്ചാറുണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഫുൾ ഓഫ് അച്ചാർ നോക്ക്. കാരക്കുഴമ്പ് അച്ചാറ്, പുളി അച്ചാറ്, പിച്ചർകാട് അച്ചാറ്, അച്ചാറിന് ഇവിടെ തൊക്കൂന്ന പറയില്ല, ഇഞ്ചി അച്ചാറ്, പിന്നെ പെപ്പർ അച്ചാറ്, പുതിന അച്ചാറ്, ബ്രിഞ്ചൽ അച്ചാറ്, അമ്മേ ഒനിയൻ അച്ചാറ്, തക്കാളി അച്ചാറ്, മാംഗോ ജിഞ്ചർ. എന്നിട്ട് നമ്മൾ ഒരു വെറൈറ്റി ട്രൈ ചെയ്യാന്ന് വേണ്ടിയിട്ട് നമ്മൾ അവസാനം മിന്റ് അച്ചാറ് എടുത്തിട്ടുണ്ട് കൈസ്. അറിയില്ല എങ്ങനെയായിരുന്നു. പുതിന അച്ചാറ് കഴിച്ചു നോക്കാം നമുക്ക്. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് വെറൈറ്റി ഓഫ് ഐറ്റംസ്. ഇവിടെ ഉണ്ട് ബിസ്ക്കറ്റ് ഫുള്ള്. എനിക്ക് ഗീ ടൈപ്പ് ബിസ്ക്കറ്റ്സ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ എടുത്തത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത ഐറ്റംസ് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊക്കെ നമ്മൾ എടുത്തതാണ് കേട്ടോ. കോൺഫ്ലെക്സ് എടുത്തു കുറച്ച്, പിന്നെ സിറായി പക്കോട എടുത്തിട്ടുണ്ട്, പിന്നെ ഫിൽറ്റർ കോഫി എടുത്തു, പിന്നെ ഒരു ഹെൽത്തി മിക്സ് ആയിട്ടുള്ള എന്തോ സംഭവം ഉണ്ട് അതും എടുത്തിട്ടാ. ഇത്രയും സാധനങ്ങൾ. അച്ചാർ ഇതാ, ഞാൻ പറഞ്ഞ അച്ചാർ ഇതാട്ടാ, മിൻറ്റിൻ്റെ അച്ചാർ, പുതിന, അത് നമുക്ക് ട്രൈ ചെയ്യണം. സോ ഗൈസ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അറിയില്ല, ടേസ്റ്റ് ഒന്നും അറിയില്ല. നമ്മളൊരു ഇതിനെടുത്തതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നാളെ രാവിലെ നമുക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, അതിനു വേണ്ടി എടുത്തതാണ്.